ഹായ് ഓൾ, വെൽക്കം ടു കോഡ് ക്ലാസ്സസ്. നമ്മള് +2 മാത്തമാറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് അല്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നേ. ഓക്കെ, വീഡിയോ ഒക്കെ കണ്ട് ചെയ്തില്ലേ, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു റീകാപ്പ്. ഓക്കെ, എന്തൊക്കെയാ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ്? രണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? രണ്ട് ടൈപ്പ് അല്ല, ഇൻജക്റ്റീവ്, സർജക്റ്റീവ്, ബൈജക്റ്റീവ് ഒക്കെ ഓർമ്മയുണ്ടോ? ഇൻടു, ഓൺ ടു, അതേപോലെ തന്നെ 1 1 മെനി 1 അല്ലെ? എന്തൊക്കെയുണ്ട്? 1 1 മെനി 1. ഓക്കെ, അതിൽ 1 1ന്റെ വേറെ പേരാണ് ഇൻജക്റ്റീവ്. പിന്നെ എന്തുണ്ട്? പിന്നെ അവിടെ ഓൺ ടു, ഇൻടു. ഓൺ ടുന്റെ വേറെ പേരാണ് സർജക്റ്റീവ്. ഓക്കെ, അപ്പൊ ഇൻജക്റ്റീവ്, ബോത്ത് ഇൻജക്റ്റീവ് ആൻഡ് സർജക്റ്റീവ് ആണെങ്കിൽ എന്ത് പറയാം? ബോത്ത് ഇൻജക്റ്റീവ് ആൻഡ് സർജക്റ്റീവ് ആണെങ്കിൽ ബൈജക്റ്റീവ് എന്ന് പറയാം. ഓർമ്മയുണ്ടോ എന്തൊക്കെയാണ്? ഓടിച്ചു പറയണോ? ജസ്റ്റ് 2 മിനിറ്റ്സ് നമുക്ക് ജസ്റ്റ് റീക്യാപ്പ്. ഓക്കെ ഓക്കെ, ABC 1 2 3 ക്ലിയർ അല്ലേ? ബിയിൽ നിന്ന് 1, സിയിൽ നിന്ന് 3. നോക്കിയേ, ഇവിടെ സെറ്റ് എയില് ഏതൊക്കെയുണ്ട്? 3 എലമെന്റ്സ്. എ ബി സി 3 എലമെന്റ്സ്. സെറ്റ് ബിയിൽ 1 2 3 3 എലമെന്റ്സ്. കണ്ടില്ലേ? അപ്പൊ സെറ്റ് എന്നുള്ള എക്കും ബിക്കും അല്ലെ? എക്കും ബിക്കും എങ്ങോട്ടാണ് റിലേഷൻ വരുന്നത്? രണ്ടിനും സെറ്റ് ബിയിലുള്ള 1നോടാണ് റിലേഷൻ. ഓക്കെ, അപ്പൊ എക്ക് 1നോടാണ് റിലേഷൻ, ബിക്ക് 1നോടാണ് റിലേഷൻ. സോ ഇതെന്താണ്? ഇത് മെനി 1 ആണ്. ക്ലിയർ ആയോ? എവിടെയെങ്കിലും ഒന്നെങ്കിലും സെറ്റ് ബിയിലുള്ള ഏതെങ്കിലും ഒരു എലമെന്റിന് ഇവിടുന്ന് 2 പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ അല്ലെ, ഏതെങ്കിലും ഒരു ഇമേജിന് 2 പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് മെനി 1 ആണെന്ന് പറയാം. ക്ലിയർ ആണോ? അപ്പൊ 1 1ന്റെ എക്സാമ്പിൾ എന്താണ്? 1 1ന്റെ എക്സാമ്പിൾ ഇത് തന്നെ. എ ബി സി കൊടുത്തു, ഇവിടെ നിങ്ങൾക്ക് 1 2 3 4 കൊടുത്തു. ഓക്കെ, 1 2 3 4 കൊടുത്തു. എക്ക് 1, ബിക്ക് 3, 2 സിക്ക് 2. അപ്പൊ 4 അവിടെ ഇരിക്കട്ടെ, വെറുതെ ഇരിക്കട്ടെ അവിടെ. ഓക്കെ, അപ്പൊ എക്ക് 1, ബിക്ക് 3, സിക്ക് 2. എല്ലാവർക്കും ഓരോന്ന് അല്ലെ? പ്രീ ഇമേജ് നോക്കുക. 1ന്റെ പ്രീ ഇമേജ് ഏതാ? 1 എന്നുള്ള എലമെന്റിന്റെ പ്രീ ഇമേജ് ഏതാ? 1 ഇമേജ് അല്ലേ? പ്രീ ഇമേജ് എ. 2ന്റെ പ്രീ ഇമേജ് സി. 3ക്ക് പ്രീ ഇമേജ് ബി അല്ലെ? ഒറ്റ പ്രീ ഇമേജേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താണിത്? ഇതാണ് 1 1. ഇത് മെനി 1. അപ്പൊ 1 1 മെനി 1 ക്ലിയർ ആയി. ഇനി നോക്കിയാടാ, ഇനി എന്താണ് ഓൺ ടു? ഓൺ ടു എന്ന് പറഞ്ഞാല് നമ്മൾ ബി എന്നുള്ള സെറ്റില് സപ്പോസ് ഇവിടെ ബിക്ക് എന്താണ്? B2 എന്ന് വിചാരിക്കാം. ഓക്കെ, B2 ആണ്, B1 അല്ല കേട്ടോ. ഓക്കെ, വായിക്കാം നമുക്ക്. B2 ആണെങ്കിൽ എവിടെ നമ്മുടെ ഇറേസർ? ഇറേസർ. B2 A1 C3. ഇവിടെ എന്താണ്? ഇവിടെ ബിയിലുള്ള എലമെന്റ്സിനെ എല്ലാം കൂടെ ചേർത്ത് എന്താ നമ്മൾ പറയാ? ഇത് എയില് ഡൊമൈൻ, ബിയില് കോഡൊമൈൻ അല്ലെ? കോഡൊമൈൻ എന്നല്ല പറയുന്ന എല്ലാ എലമെന്റ്സിനെയും ചേർത്തിട്ട്. ഓക്കെ, റേഞ്ച് എന്ന് പറഞ്ഞാലോ? റേഞ്ച് എന്ന് പറഞ്ഞാല് ഇതില് ഇമേജസ് ആയ എലമെന്റ്സിന്റെ എല്ലാത്തിന്റെയും കൂടെ ചേർന്നുള്ള സെറ്റ് അല്ലെ? ഇവിടെ 1 2 3 എന്താണ്? ഇമേജ് ആണ് അല്ലെ? രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. രണ്ടാമത്തെ സെറ്റിൽ നോക്കിയേ, 1 2 3 ഇമേജ് ആണ്. ഓക്കെ, അപ്പൊ റേഞ്ച് എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? റേഞ്ച് എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് 1 2 3 ആണ്. പക്ഷെ കോഡൊമൈനോ? കോഡൊമൈൻ എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് 1 2 3 4 എല്ലാം കൂടെ ചേരുന്നതാണ് കോഡൊമൈൻ. ഓക്കെ, ഈ കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ ഓൺ ടു എന്ന് പറയാം. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? ഇവിടെ സെറ്റ് ബിയില് ഫ്രീ ആയിട്ട് ഒരു എലമെന്റും ഇല്ലെങ്കിൽ, അതായത് ഇവിടെ 4 വെറുതെ ഇരിക്കുന്നു, അവന് ആരുമില്ല, അവന് റിലേഷൻ എയിലേക്ക് ഒരാൾ പോലും 4നോട് റിലേഷൻ ഇല്ല. ഓക്കെ, ഇങ്ങനെ ആരും ഇല്ലെങ്കിൽ, 4 പോലത്തെ അങ്ങനെ ഫ്രീ ആയിട്ട് ആരും ഇല്ലെങ്കിൽ അതെന്താണ്? അതാണ് ഓൺ ടു. ഓക്കെ, ആരെങ്കിലും ഒരാൾ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് നോട്ട് ഓൺ ടു അല്ലെങ്കിൽ ഇൻ ടു എന്ന് പറയാം. അപ്പൊ ക്ലിയർ ആണോ? 1 1 ക്ലിയർ ആണ്, മെനി 1 ക്ലിയർ ആണ്, ഓൺ ടു ക്ലിയർ ആണ്, ഇൻ ടു ക്ലിയർ ആണ്. ഓക്കെ, ഈ 1 1ന്റെ വേറെ പേരാണ് ഇൻജക്റ്റീവ്, ഓൺ ടുന്റെ വേറെ പേരാണ് സർജക്റ്റീവ്. ഓൺ ടു സർജക്റ്റീവ് ആണെങ്കിൽ, അതായത് ഇൻജക്റ്റീവും സർജക്റ്റീവും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് എക്സാമ്പിള് ഇത് നമുക്ക് എന്ത് പറയാം? ഇത് 1 1 അല്ലേ?
എല്ലാത്തിനും ഒരു പ്രീ ഇമേജ് ഉള്ളൂ, 1 1 ആണ്. പിന്നെ ആരെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് അത് സർജക്റ്റീവ് ആണ്. സോ ഇതിനെന്താണ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഇത് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ്. രണ്ടാമത്തെ നോക്കിക്കേ, 1 1 ആണോ? 1 1 ആണ്. പക്ഷെ ഓൺ ടു ആണോ? ഓൺ ടു അല്ല. 4 എന്നുള്ള സാധനം വെറുതെ ഇരിക്കുന്നുണ്ട്, അവന് ഒറ്റ പ്രീ ഇമേജ് പോലും ഇവിടെ ഇല്ല. അതുകൊണ്ട് അത് സർജക്റ്റീവ് അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ബൈജക്റ്റീവ്. ക്ലിയർ? ഓക്കെ. ഇനി നമ്മള് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? 1 1 ആണോ ഓൺ ടു ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് പഠിക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ വെച്ച് പഠിച്ചാലോ? ഓക്കെ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അതായത് എന്താണ്? രണ്ട് സെറ്റ് ഉണ്ട്. സെറ്റ് എയില് റിയൽ നമ്പർ, സെറ്റ് ബിയില് റിയൽ നമ്പർ, അങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ്? 1 1 ഫംഗ്ഷൻ 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, 2 സ്റ്റെപ്പേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ശ്രദ്ധിക്കുക കേട്ടോ. എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? അതായത് പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ ചോദ്യം വരും. നിങ്ങൾക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ചോദിക്കും. പ്രൂവ് ദാറ്റ് ഗിവൺ ഫംഗ്ഷൻ ഈസ് 1 1 ആണോ, ഓൺ ടു ആണോ, ബൈജക്റ്റീവ് ആണോ എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടാവും. അപ്പൊ 1 1 ആണോ, അതായത് ഇൻജക്റ്റീവ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്ത് ചെയ്യുന്നു? എഫ് ഓഫ് x1 is equal to എഫ് ഓഫ് x2 എന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, എന്ത് ചെയ്യുന്നു? അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടണം? x1 is equal to x2 എന്ന് കിട്ടുവാണെങ്കിൽ എന്താണ്? ഫംഗ്ഷൻ ഈസ് 1 1. മനസ്സിലായോ? അതായത് അസ്യൂം എഫ് ഓഫ് x1 is equal to എഫ് ഓഫ് x2. ഓക്കെ, അങ്ങനെ അസ്യൂം ചെയ്ത് നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന x1 is equal to x2 എന്ന് കിട്ടുകയാണെങ്കിൽ ഫംഗ്ഷൻ ഈസ് 1 1. ഇവിടെ നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് is equal to x സ്ക്വയർ എന്നുള്ള ക്വസ്റ്റ്യൻ അല്ലേ? നമ്മൾ നോക്കിയേ, x1 is equal to x2 അല്ല, എഫ് ഓഫ് x1 is equal to എഫ് ഓഫ് x2. എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ എന്താ? ഈ എഫ് ഓഫ് x1 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എഫ് ഓഫ് x എന്ന് പറഞ്ഞാൽ x സ്ക്വയർ ആണ്. അപ്പൊ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാലോ x1 സ്ക്വയർ. എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാലോ 2 സ്ക്വയർ 4 വരും. ക്ലിയർ? എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാലോ 3 സ്ക്വയർ 9 വരും. ക്ലിയർ? അപ്പൊ ഇവിടെ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? x1 സ്ക്വയർ. എഫ് ഓഫ് x2 എന്ന് പറഞ്ഞാലോ എഫ് ഓഫ് x2 എന്ന് പറഞ്ഞാല് x2 സ്ക്വയർ. എഫ് ഓഫ് x1 x1 സ്ക്വയറും എഫ് ഓഫ് x2 x2 സ്ക്വയറും ആണ്. നമ്മൾ എന്ത് അസ്യൂം ചെയ്തു? എഫ് ഓഫ് x1 is equal to എഫ് ഓഫ് x2 അസ്യൂം ചെയ്തു. അതായത് എന്ത് കിട്ടി? എഫ് ഓഫ് x1 is equal to എഫ് ഓഫ് x1 is equal to എഫ് ഓഫ് x2 എന്ന് പറഞ്ഞു. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? x1 സ്ക്വയർ is equal to x2 സ്ക്വയർ. ക്ലിയർ? ഇവിടെ നമുക്ക് എന്ത് പറയാം? x1 സ്ക്വയർ is equal to x2 സ്ക്വയർ എന്ന് പറയാം. ഇത് എല്ലാ റിയൽ നമ്പറിലും ഇത് ഈക്വൽ ആണോ? നമുക്ക് എന്ത് പറയാം? ഇതിൽ നിന്ന് എഴുതുന്ന x1 is equal to പ്ലസ് ഓർ മൈനസ് x2. ഇങ്ങനെയല്ലേ കിട്ടുക? അങ്ങനെ കിട്ടുന്നേ. ഇപ്പൊ സപ്പോസ് x1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, x2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. ഓക്കെ, ഇനി x1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 ആയിരിക്കും. x1 2 ഉം x2 മൈനസ് 2 ആണെങ്കിൽ ഇതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താണ്? ഇതിന്റെ സ്ക്വയറും 4, ഇതിന്റെ സ്ക്വയറും 4 അല്ലേ? ക്ലിയർ ആയോ? അപ്പൊ x1 is equal to പ്ലസ് ഓർ മൈനസ് x2 ആയിരിക്കും. either x1 is equal to x2 അല്ലെങ്കിൽ x1 is equal to മൈനസ് x2, രണ്ടും ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് പറയാം? ഇത് 1 1 അല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് 1 1 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? x1 is equal to x2 കിട്ടണം. സപ്പോസ് എഫ് ഓഫ് എക്സ് is equal to x ക്യൂബ് എന്ന് വിചാരിക്കാം. എഫ് ഓഫ് എക്സ് is equal to x ക്യൂബ് ആണ് കേട്ടോ. എഫ് ഓഫ് എക്സ് is equal to x എന്നാണ് ഫംഗ്ഷൻ വന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? നമ്മൾ അസ്യൂം ചെയ്തു എഫ് ഓഫ് x1 is equal to എഫ് ഓഫ് x2. ഓക്കെ, എഫ് ഓഫ് x1 is equal to എഫ് ഓഫ് x2 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്സിന്റെ സ്ഥലത്ത് x1 കൊടുക്കണം അല്ലെ? x1 is equal to x2 എന്ന് കിട്ടി. അതുകൊണ്ട് എന്താ? എഫ് ഓഫ് എക്സ് is equal to x എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? 1 1 ആണ്. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ അത് മെനി 1 ആണ്. എഫ് ഓഫ് എക്സ് is equal to x സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് സപ്പോസ് പോസിറ്റീവ് റിയൽ നമ്പറിലാണ്, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പറിലാണ്, അല്ലെങ്കിൽ ഹോൾ നമ്പറിലാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തതെങ്കിൽ, അതായത് ഗിവൺ കണ്ടീഷൻ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നാച്ചുറൽ നമ്പർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിലോ
നാച്ചുറൽ നമ്പറിലോ അല്ലെങ്കിൽ പോസിറ്റീവ് റിയൽ നമ്പറിലോ ആണെങ്കിലോ എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു മൈനസ് x1 ഇസിക്കൽ ടു മൈനസ് x2 അവിടെ പോസിബിൾ അല്ല അല്ലെ, -2 എന്നുള്ള വാല്യൂ പോസിബിൾ അല്ല. അവിടെ എങ്ങനെയാണ്, അവിടെ x1 ഇസിക്കൽ ടു x2 എന്ന് കിട്ടും. കൺസെപ്റ്റ് കിട്ടുന്നുണ്ടോ? ബിക്കോസ് ആ കണ്ടീഷനിൽ ഈ ഫംഗ്ഷൻ എന്തായിരിക്കും, 1 1 ആയിരിക്കും. ഓക്കെ, നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ഈ റേഞ്ചും കൂടെ നോക്കണം അല്ലെ. ഫംഗ്ഷൻ ചില സ്ഥലത്ത്, അതായത് ഇപ്പൊ എന്താണ് R to R എന്ന് പറയുന്നില്ല, റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണെങ്കിൽ, ഓക്കെ, റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണെങ്കിൽ നമുക്ക് എന്താണ് -∞ മുതൽ +∞ വരെയുള്ള നമ്പർ ലൈനിൽ എഴുതുന്ന എല്ലാ നമ്പേഴ്സും നമുക്ക് എടുക്കാം. നാച്ചുറൽ നമ്പർ ആണെങ്കിലോ നെഗറ്റീവ് നമ്പർ ഒന്നും പറ്റില്ല അല്ലെ, 1 2 3 4 എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേ പറ്റുള്ളൂ. ഓക്കെ, ആ കണ്ടീഷനിൽ നമുക്ക് എന്താണ് x² എന്ന് പറയുന്നതിന് നമുക്ക് ഒറ്റ പോസിറ്റീവ് വാല്യൂ മാത്രമേ കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? എഫ് ഓഫ് എക്സ് ഇക്വൽ ടു x² ആണെങ്കിൽ എന്താണ് എക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് ആ കണ്ടീഷനിലാകുള്ളൂ. ക്ലിയർ? അപ്പൊ എന്ത് പഠിച്ചു? 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിച്ചില്ലേ? ഓക്കെ ആണോ? ഇനി എന്താ പഠിക്കാനുള്ളത്? ഇനി ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ചെക്ക് ഓൺ ടു ഫംഗ്ഷൻ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഷോർട്ട് ആയിട്ട് എഴുതുന്ന കേട്ടോ. ഫംഗ്ഷൻ ഒന്നും ആൻസർ പേപ്പറിൽ എഴുതണ്ട, ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഷോർട്ട് ആയിട്ട് എഴുതുന്നതാണ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓൺ ടു ഫംഗ്ഷൻ ആണോ എന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ഓക്കെ, നമ്മുടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x + 3 എന്ന് വിചാരിക്കാം. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x + 3. നമ്മള് +1 സെക്കൻഡ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ നമ്മൾ റേഞ്ച് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ? ആ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ഓർമ്മയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്താണ് എഫ് ഓഫ് എക്സിന് വരെ നമ്മൾ എന്ത് കൊടുക്കണം? ഓൺ ടു ആണ് കണ്ടുപിടിക്കാനുള്ള ഓൺ ടു ആണ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സ് ഇസിക്വൽ ടു എന്ത് കൊടുക്കണം? y കൊടുക്കണം. ഓക്കെ, y ഇസിക്വൽ ടു 4x + 3 കൊടുത്തു. ഓക്കെ, ഇനി x ഇസിക്വൽ ടു എന്നുള്ള ഫോമിലേക്ക് എഴുതണം. y ഇസിക്വൽ ടു 4x + 3 എന്നാക്കി x ഇസിക്വൽ ടു എന്നുള്ള ഫോമിലേക്ക് നമ്മൾ ഇതിലേക്ക് ഇതെത്തണം. അപ്പൊ എന്ത് കിട്ടി? y - 3 ഇസിക്വൽ ടു 4x കിട്ടി. x ഇസിക്വൽ ടു എന്ത് കിട്ടി? y - 3/4 എന്ന് കിട്ടി. ഓക്കെ, x ഇസിക്വൽ ടു y - 3/4 പറഞ്ഞാൽ എക്സിന് നമുക്ക് ഏതൊക്കെ വാല്യൂ കൊടുക്കാം? നമുക്ക് എല്ലാ വാല്യൂയും കൊടുക്കാം. ക്ലിയർ ആയോ? ഏത് കണ്ടീഷനിൽ ഓൺ ടു അല്ലാത്തത് ഇൻടു ഫംഗ്ഷൻ ആകണമെങ്കിൽ നമുക്ക് എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് -1 വന്നാൽ എന്താവും? പറ്റൂല അല്ലെ. x ഇസിക്വൽ ടു റൂട്ട് ഓഫ് y - 3/4 എന്ന് നമുക്ക് വന്നു എന്ന് വിചാരിക്കും ഇത് ചെയ്തുകൊണ്ട് വന്നപ്പോ. ഓക്കെ, അങ്ങനെ വരുമ്പോ എന്താണ്? അങ്ങനെ വരുമ്പോ എല്ലാ കേസിലും നമുക്ക് എന്ത് പറയാൻ പറ്റൂല? ഓൺ ടു ആകൂല. കാരണം സ്ക്വയർ റൂട്ട് ഓഫ് -1 പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ എന്താണ് a/4 അല്ല 2/4 - y അല്ല y - 4 ഒന്നും വിചാരിക്കാം. 2/y - 3 ഒന്നും വിചാരിക്കാം. ഓക്കെ, വൈയുടെ വാല്യൂ 3 ആണെങ്കിലോ വൈയുടെ വാല്യൂ 3 ആകാൻ പറ്റില്ല. ഓക്കെ, അതായത് ഡിനോമിനേറ്റർ 0 ആകാൻ പറ്റില്ല ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് എന്താണ്? സ്ക്വയർ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാൻ പറ്റില്ല. ഈ രണ്ട് കണ്ടീഷനും വരുന്ന സമയത്ത് എന്താണ്? അത് ഓൺ ടു അല്ല. അല്ലെങ്കിൽ ഇവിടുത്തെ കണ്ടീഷൻ ഇവിടെ വൈക്ക് ഏത് റിയൽ നമ്പർ കൊടുത്താലും എന്ത് സംഭവിച്ചു? എക്സിന് ഒരു വാല്യൂ ഉണ്ടാവും, പ്രശ്നമല്ല. ഇങ്ങനത്തെ വരുവാണെങ്കിൽ ഇത് ഓൺ ടു ഫംഗ്ഷൻ. എങ്ങനെയാ പ്രൂവ് ചെയ്യുന്നത് മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യല്ലേ? അപ്പൊ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്താണ് 1 1 ആണെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം? എഫ് ഓഫ് x1 ഇസിക്വൽ ടു എഫ് ഓഫ് x2 അസ്യൂം ചെയ്യുക. അവിടുന്ന് എന്ത് ചെയ്യുക? x1 ഇസിക്വൽ ടു x2 നമുക്ക് കിട്ടണം. അങ്ങനെ കിട്ടുവാണെങ്കിൽ എന്താണ്? അങ്ങനെ കിട്ടുവാണെങ്കിൽ അത് 1 1 ആണ്. ഓക്കെ, അങ്ങനെ കിട്ടുവാണെങ്കിൽ അത് 1 1 ആണ്. ഇനി ഓൺ ടു ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടത്? ഓൺ ടു ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞോ, ഓൺ ടു ആണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? എഫ് ഓഫ് എക്സ് ഇസിക്വൽ ടു എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? എഫ് ഓഫ് എക്സിന് പകരം y കൊടുക്കുന്നു. അതിന് റീഅറേഞ്ച് ചെയ്ത് എങ്ങനെ എഴുതുന്നു? എക്സ് ഇസിക്വൽ ടു എന്ന് പറഞ്ഞ വൈയുടെ ടൈമിൽ കൊടുക്കുന്നു. അതിനുള്ളില് സ്ക്വയർ റൂട്ട് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 1/y എന്നുള്ള ടൈം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ 1/y എന്നുള്ള ടൈമില് എന്താണ്? വൈക്ക് കൊടുക്കുന്ന ഏത് വാല്യൂ കൊടുത്താലും 0 ആകാൻ പാടില്ല. ഓക്കെ, ഡിഫൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ കൊടുത്താൽ 0 ആയാൽ എന്ത് സംഭവിച്ചു? അത് ഓൺ ടു അല്ല, ക്ലിയർ, ഇൻ ടു ആയിരിക്കും. അങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്താലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ.
ഫംഗ്ഷൻ എവിടെയാ ഡിഫൈൻ ചെയ്തത്? n to n എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ. ഓക്കെ, സെറ്റ് ചെയ്ത് ഇങ്ങനെ ഈ രീതിയിൽ എഴുതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മനസ്സിലാവുന്നത്? ഇതൊരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, റിലേഷൻ എങ്ങോട്ടാണ് പോകുന്നത്? n to n എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ. ഓക്കെ, ഒരു ഫസ്റ്റ് എ എന്നുള്ള സെറ്റിൽ എന്തായിരിക്കും നാച്ചുറൽ നമ്പർ ഉണ്ടാകുക, ബി എന്നുള്ള സെറ്റിൽ എന്തായിരിക്കും നാച്ചുറൽ നമ്പർ ഉണ്ടാകുക. ഓക്കെ, എത്ര നാച്ചുറൽ നമ്പർ ഉണ്ട്? ഇത് ഇൻഫിനിറ്റ് എന്താണ് സെറ്റ് ആണ്, കാരണം താഴെ വരെ എല്ലാ നാച്ചുറൽ നമ്പറും ഉണ്ട്. ഇത് ഇൻഫിനിറ്റ് സെറ്റ് ആണ്. എ ഇൻഫിനിറ്റ് സെറ്റ് ആണ്, ബി ഇൻഫിനിറ്റ് സെറ്റ് ആണ്. പക്ഷെ ഏതൊക്കെ വാല്യൂ ഉള്ള 1 2 3 4 എന്നുള്ള വാല്യൂ ഉള്ളൂ. ക്ലിയർ? ഇനി എന്താണ് ഇത്? എന്താണ് ചെക്ക് ചെയ്യണം? ഇൻജക്ടിവിറ്റി സർജക്ടിവിറ്റി ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ 1 1 അല്ലെ? ഇൻജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 1 1. സർജക്ടിവിറ്റി എന്ന് പറഞ്ഞാലോ on 2. 1 1 on 2 ആണോ എന്ന് ചെക്ക് ചെയ്യണം. 1 1 on 2 ആണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എന്ത് വിളിക്കാം? ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇവിടെ നോക്കിയേ, നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ. ഓക്കെ, given by f of x is equal to x square. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? 1 1 ചെക്ക് ചെയ്യണം. ഓക്കെ, സ്റ്റെപ്പ് ഒക്കെ എഴുതുമ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ചെക്കിങ്. അതെ, ചെക്കിങ് എന്താണ്? 1 1 അണ്ടർലൈൻ ചെയ്യുന്നു അല്ലെ? 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെയാണ്? f of x1 is equal to f of x2. assume f of x1 is equal to f of x2. okay, that is എന്താണ്? x1 എന്ന് പകരം എന്താണ്? f of x1 എന്ന് പറഞ്ഞാൽ എന്താ? f of x എന്ന് പറഞ്ഞാൽ x സ്ക്വയർ ആണ്. അപ്പൊ f of x1 എന്ന് പറഞ്ഞാലോ x1 സ്ക്വയർ is equal to x2 സ്ക്വയർ. ക്ലിയർ? x1 സ്ക്വയർ is equal to x2 സ്ക്വയർ. ഇനി ഇവിടെ നമുക്ക് സർജക്ടിവിറ്റി ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സർജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺ ടു ആണോ അല്ലയോ എന്ന്. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? സപ്പോസ് f of x is equal to x സ്ക്വയർ അല്ലേ? f of x is equal to x സ്ക്വയർ ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? y is equal to x സ്ക്വയർ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, y is equal to x സ്ക്വയർ. ഓക്കെ, നമ്മൾ ഫംഗ്ഷൻ എഴുതുമ്പോൾ ഇത് എക്സും ഇത് f of x അല്ലേ? f of x അല്ലെങ്കിൽ y. ഓക്കെ, f of x അല്ലെങ്കിൽ y എന്നുള്ള സാധനമാണ് നമ്മുടെ b എന്നുള്ള രണ്ടാമത്തെ സെറ്റിലുള്ളത്. ഇതോ x എന്നുള്ള സെറ്റിൽ എന്താണ്? 1 2 3 സോറി എന്താണ്? ഇവിടെ നാച്ചുറൽ നമ്പർ അല്ലേ? അപ്പൊ 1 2 3 4 1 2 3 4. ഓക്കെ, 1 2 3 4 5 6 എന്ന് പറഞ്ഞ ഇൻഫിനിറ്റ് സെറ്റ് ആണ് എക്സിൽ വരുന്നത്. വൈയിലോ അല്ലെങ്കിൽ f of x എന്ത് വരും? അത് തന്നെ 1 2 3 4 5 6 7. ഓക്കെ, ഇങ്ങനെ വരും. ഇനി നിങ്ങൾ നോക്കിയേ, f of x is equal to x സ്ക്വയർ. ഇവിടെ ഏതിനും എന്ത് വരും? ഏത് നമ്പർ എടുത്താലും 1 സ്ക്വയർ ഉണ്ട്, 2 4, 3 9 അല്ലെ? 4 16. എല്ലാത്തിനും വേറെ വേറെയാണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അതുകൊണ്ട് നമുക്ക് എന്താ ഇത് 1 1 ആണെന്ന് പറയാം. ഓക്കെ, പക്ഷെ ഇത് 2 എന്നുള്ള എലമെന്റിന്റെ പ്രീ ഇമേജ് ഇതിൽ വരുന്നുണ്ടോ? 3 എന്നുള്ള എലമെന്റിന്റെ പ്രീ ഇമേജ് വരുന്നുണ്ടോ? ഇല്ല. 5 വരുന്നില്ല, 6 വരുന്നില്ല, 7 വരുന്നില്ല, 8 വരുന്നില്ല. 9 പ്രീ ഇമേജ് ആണ് 3. 9 കഴിഞ്ഞിട്ട് പിന്നെ 16 വരുന്നുള്ളൂ. കുറെ എണ്ണം എന്താണ് അവിടെ വെറുതെ ഇരിക്കുകയാണ് അല്ലെ? അപ്പൊ ആരും ഇല്ലാത്ത, ഒരാള് പോലും റിലേഷൻ ഇല്ലാത്ത കുറെ പേര് അവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഇത്? എന്ത് പറയാം? ഇത് ഓൺ ടു അല്ല, സർജക്ടിവിറ്റി അല്ല. സോ ഇൻ ടു ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, എങ്ങനെ എഴുതാം? നമ്മൾ എക്സാമിന് എഴുതാൻ നേരത്തെ എന്താണ്? f of x is equal to x square, y is equal to x square കൊടുത്തു. നമ്മൾ എന്ത് ചെയ്യുന്നു? y 2 is equal to x square where x not belongs to natural number. ഓക്കെ, നമ്മൾ ഡിഫൈൻ ചെയ്ത ഇതില് നമ്മളെ എന്താണ് ഇവിടെ ഒരു വാല്യൂ കിട്ടുന്നില്ല. ഓക്കെ, ഡിഫൈൻ ചെയ്തതിൽ വാല്യൂ വരുന്നില്ല. x belongs to natural number ആയതുകൊണ്ട് എന്താണ്? x square is equal to 2. എക്സിന്റെ വാല്യൂ എന്താണ്? √2 പറ്റൂല, -√2 പറ്റൂല അല്ലെ? നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ എന്താണ്? അങ്ങനെ ഒരു എക്സിന്റെ വാല്യൂ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്താണ് ഇത്? ഇൻടു ഫംഗ്ഷൻ എന്ന് പറയാം, ഓൺ ടു ഫംഗ്ഷൻ അല്ല. സോ നമുക്ക് എന്ത് പറയാം? ഇത് ഇൻജക്റ്റീവ് ആണ്, സർജക്റ്റീവ് അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ബൈജക്റ്റീവ് അല്ലെ? ഓക്കെ, അടുത്തത് രണ്ടാമത്തത്. ഓക്കെ, രണ്ടാമത്തെ എന്താണ്?
സെയിം തന്നെ, പക്ഷെ എവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇസഡ് ടു ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇസഡ് എന്ന് പറഞ്ഞാൽ ഇന്റിജർ ആണ്. ഓക്കെ, ഇന്റിജറിലേക്കാണ്. അപ്പൊ എ എന്നുള്ള സെറ്റിൽ എന്ത് വരും? എക്സ് എന്നുള്ളതില് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി നമ്മുടെ നമ്പർ ലൈനിൽ വരയ്ക്കുന്ന ഓരോ പോയിന്റും വരും. ഓക്കെ, ബി എന്നുള്ള ഫംഗ്ഷനിലോ ബി എന്നുള്ള സെറ്റിലോ അതേപോലെ തന്നെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഓരോ നമ്പറും വരും. ഓക്കെ, ഇനി നോക്കിയേ, ഫസ്റ്റ് ഇൻജക്ടിവിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് 1 ഫംഗ്ഷൻ ആണോ? ഇത് 1 ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? നമുക്ക് എഫ് ഓഫ് എക്സ് വൺ, ഓക്കെ, എഫ് ഓഫ് എക്സ് വൺ ഈസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എടുത്തു. ഓക്കെ, എഫ് ഓഫ് എക്സ് വൺ ഈസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. നമുക്ക് എന്ത് കിട്ടി? എക്സ് വൺ സ്ക്വയർ ഈസ് ഇക്വൽ ടു എക്സ് ടു സ്ക്വയർ എന്ന് കിട്ടി. എക്സ് വൺ ഈസ് ഇക്വൽ ടു എന്ത് കിട്ടി? പ്ലസ് ഓർ മൈനസ് എക്സ് ടു എന്ന് കിട്ടി. എക്സ് വൺ ഈസ് ഇക്വൽ ടു എക്സ് ടു എന്ന് കിട്ടിയില്ല. therefore function is not injective. ക്ലിയർ? മനസ്സിലായോ? നമ്മൾ ഇൻജക്ടിവിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ 1 ആണ് ചെക്ക് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് വൺ ഈസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എഴുതു. അവിടുന്ന് സോൾവ് ചെയ്യുമ്പോൾ എക്സ് വൺ ഈസ് ഇക്വൽ ടു എക്സ് ടു എന്ന് കിട്ടണം. നമുക്ക് ഇവിടെ എക്സ് വൺ ഈസ് ഇക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ് ടു എന്നാണ് കിട്ടിയത് അല്ലെ? നെഗറ്റീവ് നമ്പർ പറ്റൂല. ഇപ്പൊ സപ്പോസ് 4 ആണ് എക്സ് സ്ക്വയർ കിട്ടിയെങ്കിൽ പ്ലസ് 2 ആവാം, മൈനസ് 2 ആവാം. 3 ആണ് കിട്ടിയെങ്കിൽ എന്താണ്? പ്ലസ് ഓർ മൈനസ് √3 ആകാം. ക്ലിയർ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്കത് ഇൻജക്റ്റീവ് അല്ല എന്ന് കിട്ടി. ഓക്കെ, അടുത്തതോ സർജക്ടിവിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി. സർജക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യാം? എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ. ഇവിടെ നമ്മൾ ചെയ്ത പോലെ നമുക്ക് എന്താണ്? നമുക്ക് എവിടെയാ വരുന്നത്? എ എന്നുള്ള സെറ്റും ബി എന്നുള്ള സെറ്റും ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് വരും? മൈനസ് ഇൻഫിനിറ്റി, മൈനസ് 100, 0, 1, 2, 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവല്ലേ? 1.5 എല്ലാം ഉണ്ട് ഇതില്. ഓക്കെ, ഇവിടെ ഉണ്ട് 0ന്റെ മുകളിലേക്ക് 0.1, 0.23 ഒക്കെ ഉണ്ട്. 1, 2, 3, 100 എല്ലാം ഉണ്ട്. 0യുടെ താഴേക്ക് -10, -100 എല്ലാം ഉണ്ട്. ഓക്കെ, ഇവിടെ എല്ലാ ഇതിനും എന്ത് വരണം? ഇവിടെ എല്ലാ ഇതിനും പ്രീ ഇമേജ് ഉണ്ടാവണം അല്ലെ? ബിയിലുള്ള ഓരോ എലമെന്റിനും എവിടെ എന്തുണ്ടാവണം? പ്രീ ഇമേജ് ഉണ്ടാവണം. ഇവിടെ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് നമ്പർ വന്നു വിചാരിക്കാം. ഓക്കെ, നെഗറ്റീവ് നമ്പർ വന്നു -10. എന്തിന്റെ സ്ക്വയർ ആണ് -10? എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ അല്ല? ഇത് എക്സും ഇതെന്താണ്? എഫ് ഓഫ് എക്സും ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഒരു സ്ക്വയർ ആണ് നെഗറ്റീവ് വരുന്നത്. പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എല്ലാത്തിനും വാല്യൂ ഉണ്ട്. ഓക്കെ, 2 ആണെങ്കിൽ എന്താണ്? √2ന്റെ സ്ക്വയർ ആണ് 2. ഓക്കെ, 0.1 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 0.1ന്റെ സ്ക്വയർ ആണ് 0.1. ഒക്കെ ഉണ്ട്. പക്ഷെ നെഗറ്റീവ് ആണെങ്കിലോ നെഗറ്റീവ് നമ്പറിൽ നമുക്ക് പ്രീ ഇമേജ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് എന്താണ്? അതുകൊണ്ട് ഇത് എന്തല്ല? ഓൺ ടു അല്ല. ക്ലിയർ? ഇനി നമ്മൾ സ്റ്റെപ്പ് വൈസ് ചെയ്തുവാണെങ്കിൽ എങ്ങനെ എഴുതാം? നമുക്ക് എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ. ഓക്കെ, വൈ ഈസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് എഴുതി. y is equal to x square, x is equal to എന്ത് എഴുതി? x is equal to plus or minus √y എന്ന് വന്നു. ഓക്കെ, y is equal to x square, x is equal to എന്താണ്? plus or minus √y. y യുടെ വാല്യൂ എവിടെ പറ്റുള്ളൂ? y belongs to പോസിറ്റീവ് റിയൽ നമ്പർ അല്ല, പോസിറ്റീവ് റിയൽ നമ്പറും അല്ലെങ്കിൽ 0 ആവും. ഓക്കെ, 0 to ഇൻഫിനിറ്റിയിൽ മാത്രമേ നമുക്ക് y ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? x y യുടെ വാല്യൂ പറ്റുള്ളൂ. നെഗറ്റീവ് ആകുമ്പോഴത്തേക്കും പറ്റൂല. ക്ലിയർ അല്ലേ? അതുകൊണ്ട് എന്താണ്? അതുകൊണ്ട് ഇത് ഓൺ ടു ഫംഗ്ഷൻ അല്ല. ക്ലിയർ? ഇനി അടുത്തത് എക്സ് ക്യൂബ് അല്ലെ? അടുത്തത് ഇത് ഇവിടെ നമ്മൾ എന്താണ്? ഇവിടെ നാച്ചുറൽ നമ്പർ ആയിട്ട് ഇന്റിജർ ആണ്, അതേ സ്ഥലത്ത് റിയൽ നമ്പർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. റിയൽ നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇതേപോലെ തന്നെ ചെയ്യാം. റിയൽ നമ്പർ ആണെങ്കിൽ എന്താണ്? ഇത് രണ്ടും അല്ല. കാരണം എന്താണ്? എഫ് ഓഫ് എക്സ് വൺ ഈസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് ടു, എക്സ് വൺ ഈസ് ഇക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ് ടു എന്ന് കിട്ടും. ഓക്കെ, അതുകൊണ്ട് ഇൻജക്റ്റീവ് അല്ലാന്ന് പ്രൂവ് ചെയ്യാം. അതേപോലെ തന്നെ എന്താണ്? റിയൽ നമ്പറിൽ നെഗറ്റീവ് നമ്പർ വരുന്നുണ്ട് അല്ലെ? ഇന്റിജറിൽ നെഗറ്റീവ് നമ്പർ വരുന്നുണ്ട്. നെഗറ്റീവ് നമ്പറിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? നെഗറ്റീവ് നമ്പർ ആണ് വരുന്നതെങ്കിൽ അവിടെ എന്താണ്? അവിടെ റൂട്ട് പറ്റില്ല. നേരത്തെ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് പോയിന്റ് ഒക്കെ ഉള്ള കാര്യം പറഞ്ഞു കേട്ടോ. ഞാൻ റിയൽ നമ്പർ ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കും രണ്ടാമത്തത് പറഞ്ഞത്. ഇന്റിജർ ആണ്. ഇന്റിജർ ആയതുകൊണ്ട് തന്നെയാണ് പോയിന്റ് എന്നുള്ള കാര്യമൊന്നും വരില്ല കേട്ടോ. ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ,
അപ്പൊ എന്താണ് ഇന്റിജർ, ഇത് രണ്ടാമത്തത് ഇന്റിജർ ആണ്, ഇതോ ഇന്റിജേഴ്സ് നെഗറ്റീവ് ആകാം അല്ലെ, ഇന്റിജർ ആണ്, അടുത്തത് റിയൽ നമ്പർ ആണ്. സോ നമ്പർ ലൈനിൽ വരുന്നതാണ് റിയൽ നമ്പർ കിട്ടുന്നത്. ഓക്കെ, അടുത്തത് എക്സ് ക്യൂബ് ആണ്. നാച്ചുറൽ നമ്പറിൽ എക്സ് ക്യൂബ്, എക്സ് ക്യൂബ് വരുവാണെങ്കിലോ നമുക്ക് എന്ത് പറയാം, ഫസ്റ്റ് ഇൻജക്റ്റീവ് ആണോ, 1 1 ആണോ, 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ്, 4 ക്യൂബ്, എല്ലാത്തിനും ക്യൂബ് ഉണ്ട്, എല്ലാത്തിനും ക്യൂബ് ഡിഫറെന്റ് അല്ലേ. നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2, x1 ക്യൂബ് ഈക്വൽ ടു x2 ക്യൂബ്. x1 ക്യൂബ് x2 ക്യൂബ് സെയിം ആണെങ്കിൽ എന്താ പറയാം, x1 ഈക്വൽ ടു x2 എന്ന് പറയാം. അതുകൊണ്ട് എന്താണ് ഇത് ഇൻജക്റ്റീവ് ആണ്. അടുത്തത് രണ്ടാമത്തത് എന്താണ്, സർജക്റ്റിവിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സർജക്റ്റീവ് ആണോ, അതായത് ഇവിടെ നാച്ചുറൽ നമ്പർ ആണ്, 1 കഴിഞ്ഞിട്ട് 2 ക്യൂബ് എന്താ വരുന്നത്, 8 വരുന്നുള്ളൂ. അപ്പൊ 2 3 4 5ക്ക് പ്രീ ഇമേജ് അവിടെ ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് എന്താണ് അത് ഓൺ ടു ഫംഗ്ഷൻ അല്ല. സോ ഇതെന്താണ്, ഇത് 1 1 ആണ്, ഓൺ ടു അല്ല. അടുത്തതോ എഫ് ഓഫ് എക്സ് അവിടെ എന്താണ്, ഇന്റിജർ ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇന്റിജർ ആണെങ്കിൽ എന്താണ്, എക്സ് ക്യൂബ്, ഇത് തന്നെ ഇതേ രീതിയിൽ വന്നു, x1 ക്യൂബ് ഈക്വൽ ടു x2 ക്യൂബ്, x1 ഈക്വൽ ടു x2 എന്ന് കിട്ടുള്ളൂ, ക്യൂബ് അല്ലേ, അപ്പൊ x1 ഈക്വൽ ടു x2 എന്ന് കിട്ടുള്ളൂ. സോ എന്താണ് അത് 1 1 ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ചെക്ക് ചെയ്യാണ്, ഓൺ ടു ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഓൺ ടു ചെക്ക് ചെയ്യുമ്പോൾ എഫ് ഓഫ് എവിടെ y ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, നെഗറ്റീവ് നമ്പർ ആണെങ്കിലോ നെഗറ്റീവ് നമ്പർ വന്നു. ഓക്കെ, നെഗറ്റീവ് നമ്പറിൽ നമുക്ക് ക്യൂബ് റൂട്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ, നെഗറ്റീവ് നമ്പറിന്റെ ക്യൂബ് റൂട്ട് നടക്കാത്തതുകൊണ്ട് എന്താണ് അത് ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് സിഗ്നൽ ഫംഗ്ഷന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫംഗ്ഷൻ എന്താണ്, റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സിഗ്നം ഫംഗ്ഷൻ ഗ്രാഫ് എങ്ങനെ വരുന്നത്, സിഗ്നം ഫംഗ്ഷന്റെ ഓർമ്മയുണ്ടോ, സിഗ്നം ഫംഗ്ഷന്റെ ഗ്രാഫ്, അതായത് എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്ത് വരും, എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ത് വരും, 1 വരും. ഇവിടെ റൗണ്ട് ആയിട്ടേക്കുന്ന കേട്ടോ, എക്സിന്റെ വാല്യൂ 0 അല്ല, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 1 വരും. ലെസ് ദാൻ 0 ആണെങ്കിലോ, ലെസ് ദാൻ 0 ആണെങ്കിൽ 1 വരുമോ, അല്ല സിഗ്നം ഫംഗ്ഷൻ ലെസ് ദാൻ 0 -1 അല്ലേ. ലെസ് ദാൻ 0 വരുമ്പോ എന്താണ്, -1 വരും. 0 ആണെങ്കിലോ, 0 ആണെങ്കിൽ വാല്യൂ എന്ത് വരും, 0 വരും. ഓക്കെ, ഇങ്ങനെയാണ് സിഗ്നം ഫംഗ്ഷൻ വരുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഇത് 1 1 ആണോ, 1 1 ആണോ, അതായത് ഓക്കെ, ഇവിടുത്തെ ഏത് വാല്യൂ എടുത്തു, സപ്പോസ് -4 -3 -2 എല്ലാത്തിന്റെ എന്തായിരിക്കും വരുന്നത്, എല്ലാത്തിന്റെ 1 ആയിരിക്കും വരിക അല്ലെ. പോസിറ്റീവ് നമ്പർ 1 2 3 റിയൽ നമ്പറില്ലേ 1.5 2.5 അങ്ങനെ പറയുന്ന 1ന് 1 അല്ല 0ക്ക് മുകളിലേക്കുള്ള എല്ലാ പോസിറ്റീവ് നമ്പർ R പ്ലസ് ആണെങ്കിൽ എന്താ എല്ലാം എങ്ങോട്ട് വരും, R പ്ലസ് ആണെങ്കിൽ 1ലേക്കും വരും, R മൈനസ് ആണ് -1ലേക്കും വരും. ഓക്കെ, R മൈനസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ -1 വരും, പോസിറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ 1 വരും. 0 ആണെങ്കിലോ 0 വരുവാണെങ്കിൽ 0ലേക്കും വരും. ഇങ്ങനെയല്ല ഫംഗ്ഷൻ വരുന്നത്, ഇങ്ങനെ തന്നെ വരച്ചു കൊടുത്താൽ മതി. അപ്പത്തേക്കും എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും, ഇത് മെനി വണ്ണാന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെ. സപ്പോസ് രണ്ട് ഇത് കാണിച്ചു കൊടുക്കുക, എന്താണ് -4 -3 -2 -1 0 1 2 3 1.5 കൂടി ഇരുന്നോട്ടെ, കാരണം റിയൽ നമ്പർ അല്ലേ, ഇന്റിജർ അല്ല. അപ്പൊ എന്താണ് -3.5 എല്ലാം ഉണ്ട്. അപ്പൊ ഇവിടെ അതേപോലെ തന്നെ കാണിച്ചു കൊടുക്കുക. ബാക്കി എന്താണ് -1 ഉണ്ട്, 1 ഉണ്ട്, 0 ഉണ്ട്. 0 മാത്രം 0യിലേക്ക്, ബാക്കി ഇവിടെ എല്ലാ നെഗറ്റീവ് നമ്പർ എങ്ങോട്ട് വരും, -1ലേക്ക് വരും. എല്ലാ പോസിറ്റീവ് റിയൽ നമ്പർ എങ്ങോട്ട് വരും, 1ലേക്കും വരും. ഓക്കെ, സോ എന്താണ് ഇത് മെനി വൺ ആണ്. ഇനി ഇതെന്താണ് ഓൺ ടു ആണോ, ഓൺ ടു ആണോ അല്ല. ഇവിടെ എന്താണ്, ഇവിടെ കുറെ പേര് ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ട് അല്ലെ. ആകെ 3 എണ്ണത്തിന് മാത്രമേ പ്രീ ഇമേജ് ഉള്ളൂ അല്ലെ. -1നും 0ക്കും 1നും മാത്രമേ പ്രീ ഇമേജ് ഉള്ളൂ. ബാക്കി എല്ലാത്തിലും എന്തുണ്ട്, വെറുതെ ഇരിക്കുന്ന കുറെ പേരുണ്ട്. ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാം,
നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ വരുന്നത്? ഇവിടുത്തെ കോഡൊമെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? റിയൽ നമ്പർ ആയിരിക്കും വരുന്നത് അല്ലെ? കോഡൊമെയിൻ എന്ന് പറഞ്ഞാല് സെറ്റ് ഓഫ് റിയൽ നമ്പർ അല്ലേ? അതായത് -∞ to ∞ ആണ് കോഡൊമെയിൻ വരുന്നത് അല്ലേ? കോഡൊമെയിൻ -∞ to ∞. റേഞ്ച് എന്താ വരുന്നത്? റേഞ്ച് എന്ന് പറഞ്ഞാല് ഫംഗ്ഷൻ ഏതൊക്കെ ഫംഗ്ഷനാ? -1, 0, 1. ഓക്കെ, -1, 0, 1 ആണ് അവിടുത്തെ റേഞ്ച് വരുന്നത്. കോഡൊമെയിൻ നോട്ട് ഈസ് ഈക്വൽ ടു റേഞ്ച്. കോഡൊമെയിന് റേഞ്ച് ഈക്വൽ ആണെങ്കിലല്ലേ എല്ലാവർക്കും എന്താണ് റിലേഷൻ ഉണ്ടെന്ന് മനസ്സിലാവുന്നേ, ഓൺ ടു ആണെന്ന് ക്ലിയർ ആവുന്നേ. ഇവിടെ എന്താണ്? ഇവിടെ കോഡൊമെയിൻ എന്ന് പറയുന്നത് ഇത് തന്നു, റേഞ്ച് എന്ന് പറയുന്നത് ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. സോ നമുക്ക് എന്ത് പറയാം? കോഡൊമെയിൻ നോട്ട് ഈസ് ഈക്വൽ ടു റേഞ്ച്. അതുകൊണ്ട് എന്താണ് ഇത്? ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ എന്ന് പറയുന്ന സെറ്റ്, എയിൽ എന്തൊക്കെയുണ്ട്? എ എന്നുള്ള സെറ്റില് 1, 2, 3 ഉണ്ട്. ഇതാണ് സെറ്റ് എ. സെറ്റ് ബിയിലോ? സെറ്റ് ബിയില് 4, 5, 6, 7 ഉണ്ട്. എന്താണ് കാണിക്കേണ്ടത്? എ ടു ബി ആണ് റിലേഷൻ വരുന്നത്. എന്താണ് അതിലൊരു റിലേഷൻ അല്ലെ? ഓർഡർ പെയർ കാണിക്കുന്നുണ്ട്. 1, 4. 1ന് 4നോട് റിലേഷൻ, 2ന് 5നോട് റിലേഷൻ, 3ക്ക് 6നോട് റിലേഷൻ. ബി എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി ഷോ ദാറ്റ് എഫ് ഈസ് 1, 1. അതായത് എന്താണ്? ഫ്രം ദ ആരോ ഡയഗ്രാം വി ക്യാൻ പ്രൂവ് ദാറ്റ് എ റിലേഷൻ എ ടു ബി ഈസ് അല്ല ഫംഗ്ഷൻ എന്താണ്? 1, 1 ആണെന്ന് പ്രൂവ് ചെയ്തു. കാരണം എന്താണ്? പ്രീ ഇമേജ് ഓഫ് 4, ഒരു പ്രീ ഇമേജ് ഉള്ളൂ 4ന്, 5ന് ഒറ്റ പ്രീ ഇമേജേ ഉള്ളൂ, 6ന് ഒറ്റ പ്രീ ഇമേജേ ഉള്ളൂ അല്ലെ? അപ്പൊ ഒറ്റ ഒരു എലമെന്റിനും ഒന്നിൽ കൂടുതൽ പ്രീ ഇമേജ് വന്നിട്ടില്ല. അതുകൊണ്ട് എന്താണ്? ഇറ്റ് ഈസ് എ 1, 1 ഫംഗ്ഷൻ. ക്ലിയർ? ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം നമുക്ക്. ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് സ്റ്റേറ്റ് വെദർ ദ ഫംഗ്ഷൻ ഈസ് 1, 1 ഓൺ ടു ഓർ ബൈജക്റ്റീവ്. 1, 1 ആണോ ഓൺ ടു ആണോ അത് രണ്ടും കൂടെ ആണോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ ബൈ f of x is equal to 3 - 4x. ഇങ്ങനെ പോളിനോമിയൽ ഫംഗ്ഷൻ ഒക്കെ വരുവാണെങ്കിൽ 3 - 4x അങ്ങനെയുള്ള ഇതൊക്കെ വരുവാണെങ്കിൽ നമ്മൾ എന്താണ്? നമ്മുടെ ആദ്യം പഠിച്ചില്ലേ, ഈ ഇന്നത്തെ ദിവസം ആദ്യം നമ്മൾ പഠിച്ചില്ലായിരുന്നു, ആ രീതിയിൽ നമ്മൾ പ്രൂവ് ചെയ്യുക. അതായത് 1, 1 ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാ? 1, 1 ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ f of x1 is equal to assume f of x1 is equal to f of x2. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? 3 - 4x1 is equal to 3 - 4x2. ഓക്കെ, 4x2 എന്ത് ചെയ്യാം? രണ്ട് സൈഡിലും 3 ഉണ്ട് അല്ലെ? 3 ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ 3 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്താണ്? 3 - 3 0 ആയി. -4x1 is equal to -4x2 അല്ലെ? -4x1 is equal to -4x2 എന്ന് കിട്ടും. ഇംപ്ലൈസ് എന്താണ്? x1 is equal to x2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷൻ ഈസ് 1, 1. ഓക്കെ, ഇനി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇനി നമുക്കിത് ഓൺ ടു എന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ ഓൺ ടു എന്ന് പ്രൂവ് ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സിന് വരെ y കൊടുക്കുക അല്ലെ? y is equal to 3 - 4x. ഓക്കെ, എക്സിന്റെ ടൈമിലേക്ക് എടുക്കുക. y is equal to 3 - 4x, 4x is equal to 3 - 5 അല്ലെ? അപ്പൊ 4x is equal to 3 - 5 എന്ന് കിട്ടി. x is equal to എന്ത് കിട്ടി? 3 - 5/4 എന്ന് കിട്ടി എക്സിന്റെ വാല്യൂ. ഓക്കെ, എക്സിന്റെ വാല്യൂ 3 - 5/4 എന്ന് കിട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞാലോ y എന്ന് പറയുന്ന റിയൽ നമ്പർ അല്ലെ? ഏത് റിയൽ നമ്പർ കൊടുത്താലും എന്ത് കിട്ടി? എക്സിന് വാല്യൂ ഉണ്ട്. ഏത് റിയൽ നമ്പർ അവിടെ വൈക്ക് കൊടുത്താലും എക്സിന് എന്താണ്? കറസ്പോണ്ടിങ് വാല്യൂ ഉണ്ട്. സോ എന്താണ് ഇത്? എന്ത് പ്രൂവ് ചെയ്യാം? ഇത് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്തു. സോ എന്താണ്? 1, 1 ആണ്, ഓൺ ടു ആണ്. അതുകൊണ്ട് എന്താണ്? ഇറ്റ് ഈസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ക്ലിയർ? അടുത്തത് രണ്ടാമത്തത് f of x is equal to 1 + x². f of x1 എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് എന്താണ്? 1, 1 പ്രൂവ് ചെയ്യണം. ഓക്കെ, f of x1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? f of x2 എന്ന് അസ്യൂം ചെയ്തു. 1 + x1² is equal to 1 + x2² എന്ന് കിട്ടി. എവിടുന്ന? റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ്. അപ്പൊ എന്ത് കിട്ടി? x1² is equal to x2², x1 is equal to ± x2 എന്ന് കിട്ടി. അതുകൊണ്ട് എന്താണ്? ഇത് നോട്ട് 1, 1. അടുത്തത് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? അടുത്തത് ഓൺ ടു പ്രൂവ് ചെയ്യണം അല്ലെ? ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? y is equal to 1 + x², x² is equal to എന്താണ്? y - 1 അല്ലെ? x² is equal to y - 1 വന്നു. x is equal to എന്ത് കിട്ടി? ± √y - 1.
ഇവിടെ എന്ത് സംഭവിച്ചു? വൈയുടെ വാല്യൂ എന്ത് സംഭവിച്ചു? 1-നേക്കാൾ ചെറുതാന്ന് വിചാരിക്കുക. 1 ആണെങ്കിൽ എന്ത് വന്നു? 0 വന്നു. എക്സിന്റെ വാല്യൂ 0 വന്നു. 1-നേക്കാൾ ചെറുതാന്ന് വിചാരിക്കുക, 0 ആണെന്ന് വിചാരിക്കുക, നെഗറ്റീവ് വന്നു അല്ലെ. 1-നേക്കാൾ ചെറിയ ഏത് വാല്യൂ കൊടുത്താലും എന്താണ്? എക്സിന്റെ വാല്യൂ √- നോട്ട് ഡിഫൈൻഡ് ആണ്. സോ എന്താണ് ഇത്? ഓൺ ടു ഫംഗ്ഷൻ അല്ല, നോട്ട് ഓൺ ടു ഫംഗ്ഷൻ. ക്ലിയർ? അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. സോ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് കണ്ടു. ഇനി ഈ ചാപ്റ്ററിന്റെ അവസാനം 1-2 കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. അതിന്റെ പ്രോബ്ലംസോട് ചെയ്യാണ്ട് ഒരുമാതിരി 80% ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഡീറ്റെയിൽ ആയിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതേപോലെ തന്നെ 1-2 ടോപ്പിക്, കോമ്പോസിഷൻ ഫംഗ്ഷൻ കാണണം, പിന്നെന്താണ് ഇൻവേഴ്സ്. ഒന്നും അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, ചോദിച്ചു കാണുന്നില്ല, എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു തരാം കേട്ടോ. സോ ബൈ.